ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്ക പതുക്കെ സ്കൂട്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വലിയ തിരിച്ചടി ബൈഡനുണ്ടാകും, ജനങ്ങളെതിരാണ്. പക്ഷെ മറ്റൊരു കാരണമുണ്ട്. അത് ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ നടത്തി വരുന്ന അതിശക്തമായ പ്രത്യാക്രമണവും തിരിച്ചടിയുമാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഹൂത്തികളുടെ നിലപാടാണ്. ഹൂത്തികൾ കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ പടക്കപ്പലുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. 72 മണിക്കൂറിനിടെ ചെങ്കടലിൽ 6 കപ്പലുകൾ അടിച്ച് പൊളിച്ച് തവിടുപൊടിയാക്കി പറഞ്ഞയച്ച കഥ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ചില വിവരങ്ങളും പുറത്തു വരുന്നത്. ആദ്യമൊക്കെ ചരക്ക് കപ്പലുകളായിരുന്നു ഹൂത്തികളുടെ ടാർഗറ്റ്, അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾ മാത്രമാണ് ഹൂത്തികൾ ആക്രമിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്, അതും ഇസ്രായേലിലേക്കുള്ള. പക്ഷേ അമേരിക്ക, UK, ജോർദാൻ തുടങ്ങിയ സംഘങ്ങൾ, കാനഡയും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രതിരോധ സേനയെ ചെങ്കടലിൽ വിന്യസിക്കുകയും ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ഒറ്റയ്ക്കും ബ്രിട്ടനുമായി ചേർന്നുമൊക്കെ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതിന് പിന്നാലെ ഹൂത്തികൾ വലിയ തോതിൽ പ്രകോപിതരായി. അവരിപ്പോൾ അടിക്കുന്നത് മുഴുവൻ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത മാർച്ച് 27-ാം തീയതി നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അത് ഇന്നലെയാണ് പുറത്തു വന്നത്. അവിടെ US-ൻ്റെയും സഖ്യസേനയുടെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തി വിമതർ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 4 ഡ്രോണുകൾ ഒന്നിച്ച് യുദ്ധക്കപ്പലുകളിലേക്ക് ഈ പറയുന്ന ഹൂത്തി സംഘം കടലിൽ നിന്ന് തൊടുത്തുവിട്ടു. അത് നിർവീര്യമാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി യമനുള്ളിൽ ആക്രമണങ്ങൾ അമേരിക്ക നടത്തി. സ്വാഭാവികമായും വളരെ ചെറിയൊരു മൂവ്മെൻറ്റാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 30,000-ഓ 50,000-ഓ പരമാവധി അംഗസംഖ്യയാണ് ഉള്ളത്. അവരുടെ ആയുധബലം എന്നൊക്കെ പറയുന്നത് അമേരിക്കയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വളരെ കുറവാണ്. ഇറാൻ്റെ പിന്തുണയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശക്തമാണ്, എത്ര കണ്ട് ഇറാന് പരസ്യമായി ഹൂത്തികൾക്ക് വേണ്ടി രംഗത്തിറാൻ കഴിയുമെന്നതൊരു ചോദ്യവുമാണ്. അപ്പോൾ അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയൊരു സംഘമാണ് ഈ ഹൂത്തികൾ. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? അമേരിക്ക യമനുള്ളിൽ കയറി സർവനാശവും വിതച്ച് ആക്രമണം നടത്തി പോയിട്ടും ഹൂത്തികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവരിത് അമേരിക്കയുടെ കപ്പലുകൾ, അത് വെസൽസ് അല്ല, അതായത് ഈ ചരക്ക് കപ്പലുകളല്ല, മറിച്ച് പടക്കപ്പലുകൾ എവിടെയുണ്ടോ അവിടങ്ങളിലേക്ക് പറന്ന് എന്നടിക്കുകയാണ്. US-ൻ്റെ നേവി ഷിപ്പുകൾ ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്, അവരെയാണ് ഞങ്ങൾക്ക് തീർക്കാനുള്ളത് എന്ന് കൃത്യമായി ഹൂത്തികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ തെരഞ്ഞു പിടിച്ച് നടക്കുകയാണ് ഹൂത്തികൾ. ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഒരു വശത്ത് ഈ നെതന്യാഹുവിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ, സമ്മർദ്ദങ്ങൾ ഒക്കെ നേരിടേണ്ടി വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഹൂത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഒന്നടങ്കം തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഒരു താരതമ്യത്തിന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹൂത്തികൾക്ക് ഒരു ആക്രമണം നടത്താൻ യമനിൽ കിടന്നുകൊണ്ട് ചെങ്കടലിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമാണ്. അതിലേക്ക് പോകുന്ന ഒരു അമേരിക്കൻ കപ്പലിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാലും ചിലപ്പോൾ അവിടെ കൊള്ളും, കാരണം അത്രയും അടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് അമേരിക്കൻ കപ്പലിലേക്ക് ആക്രമണം നടത്താൻ ഒരു $2,000-3,000 വരുന്നൊരു മിസൈൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച് വിട്ടാലും അത് ലക്ഷ്യത്തിലെത്തും. പക്ഷെ അമേരിക്കയ്ക്ക് ഇതിനെ തിരിച്ചടിക്കണമെങ്കിൽ ദശലക്ഷക്കണക്കിന് രൂപ വരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ വേണം. അവിടെയാണ് ഹൂത്തികൾ എപ്പോഴും വിജയിച്ചിട്ടുള്ളത്. അവർ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഇപ്പോൾ അമേരിക്കയും ഈ ഹൂത്തികളുടെ ആക്രമണങ്ങൾ ശക്തമാകുന്ന മുറയ്ക്ക് എന്തിനാണ് വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നത് എന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക ഇസ്രായേലുമായുള്ള ആ തീവ്രബന്ധം പിന്നോട്ട് വലിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പല നിലപാടുകൾക്കുമെതിരെ അമേരിക്ക സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ മടുത്ത് വെറുത്ത് അമേരിക്ക പിന്മാറുകയാണ്. ഹൂത്തികളുമായി ഇടയുന്നതല്ല, മറിച്ച് പ്രശ്നമില്ലാതെ പോകുന്നതായിരിക്കും സാമ്പത്തികപരമായും അല്ലാതെയും നല്ലത്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ്. ഈ ഹൂത്തികൾ ചെറിയ സംഘമാണെങ്കിലും അമേരിക്കയെ വിറപ്പിച്ച് അവരുടെ കേന്ദ്രങ്ങളൊക്കെ അടിച്ചു പൊളിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂത്തികളുമായി നയപരമായി നീങ്ങാൻ അമേരിക്ക തീരുമാനിച്ചോ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഹൂത്തികളെ ആക്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. ഇത് മാത്രമല്ല, അമേരിക്കയുടെ വലിയ പിന്മാറ്റത്തിന് പിന്നിൽ, മാനസാന്തരത്തിന് പിന്നിൽ ഹൂത്തികളുടെ ഇടപെടൽ കൃത്യമായും ഉണ്ട് എന്ന വാദവും ഇപ്പോൾ ശക്തമാണ്. എന്തായാലും ഹൂത്തികൾ നിർണായകമായ ശക്തികളായി മാറി വൻ ശക്തിയെ മുട്ടുകുത്തിച്ച കഥയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്.